നിങ്ങൾ ആരാ? നിങ്ങൾ ആരാണ്? നിങ്ങൾ ആരോടാ ചോദിക്കുന്നത്? വളരെ സൂക്ഷിച്ചു. അങ്ങനെ പറഞ്ഞിരുന്ന ആള് ഇന്ന് കാലത്ത് ഞാൻ മൊബൈൽ എടുത്തോണ്ട് നിങ്ങളൊക്കെ ആരാ? തൃശ്ശൂർ ഞാനിങ്ങ് അടുക്കുവാ. ഈ അവസ്ഥയായിരുന്നു. എന്തായാലും അങ്ങനെ പറഞ്ഞു നാട്ടുകാരെല്ലാം കൂടി തൃശ്ശൂർ കയ്യിൽ കൊടുത്ത്. ഇപ്പൊ തൃശ്ശൂരിന് പൂരപ്പറമ്പാക്കി മാറ്റിയിരിക്കുകയാണ്. ഏത് തൃശ്ശൂർ പൂരമല്ല, 1.5 പൂരപ്പറമ്പാക്കി മാറ്റിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്തായാലും മനുഷ്യന് ഇത്രയൊന്നും അഹങ്കാരം പാടില്ലടെ. അഹങ്കരിച്ച് നിഗളിച്ച് കഴിഞ്ഞാൽ കൂപ്പുകുത്തനെ അങ്ങ് ഇടിഞ്ഞ് പൊട്ടിയൊക്കെ വീഴും. ഇടയ്ക്ക് നമ്മുടെ ഗോപിയണ്ണന്റെ കാലൊക്കെ തൊട്ട് വർണ്ണിച്ച ആൾക്കാർ പോകുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതും അന്ന് കണ്ട സമയത്ത് ഞാൻ കിളി പറഞ്ഞിരിക്കുന്നു, ഇങ്ങനെന്താ ഈ മാടമ്പിത്തനം ഇതുവരെ വിട്ടില്ലേ? ആൾക്കാരിങ്ങനെ കാലുവിട്ട് വന്നിക്കുന്നു പോകുന്നു, കാലുവിട്ട് വന്നിക്കുന്നു പോകുന്നു. കുറച്ച് കാലം മുന്നേ ഉള്ള വീഡിയോ ആണ്. ഇപ്പൊ തന്നെ റീസെന്റ് കുറച്ച് ബ്രിട്ടാസുമായിട്ടൊക്കെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അന്ന് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ടുണ്ട്. അങ്ങോട്ടും കൊടുത്ത് ഇങ്ങോട്ടും കൊടുത്ത്, അങ്ങോട്ടും കൊടുത്ത് ഇങ്ങോട്ടും കൊടുത്ത്. എന്നിട്ട് വേറെ കുറച്ച് കോമഡി വീഡിയോകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ സുരേഷ് ഗോപി അണ്ണന്റെ തന്നെ ജബൽപൂരിന്റെ ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു മീഡിയക്കാരൻ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ആരോടാ എവിടെ നിന്നാണ് സംസാരിക്കുന്നതെന്ന് ബോധം വേണം. ഞാൻ ആരാ കേട്ടോ എന്ന് മീഡിയക്കാരൻ എന്നുള്ള ടൈപ്പിലുള്ള സാധനങ്ങളൊക്കെ അടിച്ച് വലിയ മാസ് കാണിക്കുകയാണ്. ഇങ്ങനെ അഹങ്കാരം കാണിച്ചു കഴിഞ്ഞാൽ എന്റെ പൊന്ന് ഷിറ്റിക്കൊണ്ട് പോകേണ്ട അവസ്ഥ വരും. പിന്നെ ഇപ്പോഴും ഭരചന്ദ്രനിൽ നിന്ന് താഴോട്ട് ഇറങ്ങിയിട്ടില്ല. ആ ഒരു വേവലെന്തോ ആ ഒരു BGM ഇട്ട് കയറി നിൽക്കുകയാണ് നാട് ഭരിക്കാൻ. ആ ഒരു സാധനം ഇട്ടും കൊണ്ട് എന്നാൽ നല്ലോണം ഭരിക്കൂ, അതും കാണാനില്ല. നാട്ടുകാരുടെ ഊക്കം കിട്ടിക്കൊണ്ട് പോകുന്നു. എന്തായാലും നമുക്ക് ആരോ ഇട്ടോ എന്നുള്ള വീഡിയോ കാണാം. നിങ്ങൾ ആരാണ്? നിങ്ങൾ ആരോടാ ചോദിക്കുന്നത്? വളരെ സൂക്ഷിച്ച് സംസാരിക്കണം. മാധ്യമാരാ ഇവിടുത്തെ ജനങ്ങളാണ് വലുത്. പ്ലീസ് ബി കെയർഫുൾ. ഏതാ ചാനൽ? ഏതാ ചാനൽ? ബെസ്റ്റ് എന്തോ ഏതാ? സൗകര്യമില്ല പറയാൻ. ജബൽപൂരിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിയമപരമായ നടപടിയെടുക്കും. പിന്നെ നിങ്ങള് അതങ്ങ് ബ്രിട്ടാസിന്റെ വീട്ടിൽ കൊണ്ടുവച്ചാൽ മതി കേട്ടോ. അതിന് വേറൊരു അക്ഷരം മാറ്റണം അതിനകത്ത്. നല്ല ഒന്നാമത്തെ ഒരു അക്ഷരമാണല്ലോ മാറ്റി കൊടുക്കുന്നത്. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. എന്റെ പൊന്ന് ഗോപിയാണ്, നിങ്ങൾ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ മാസ് BGM ഇട്ട് ഇറക്കാൻ കൊള്ളാം. അല്ലാണ്ട് ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി നിൽക്കുന്ന സമയത്ത് മീഡിയക്കാർ പല ക്വസ്റ്റ്യൻസും ചോദിക്കും. അതിനിങ്ങനെയല്ല മറുപടി കൊടുക്കേണ്ട. അമ്മാതിരി അപരാധങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെയാണ്. ഇതിനും മാത്രം നിങ്ങൾ കിടന്ന് പൊട്ടിത്തെറിക്കാൻ അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. നിങ്ങൾ ആരാ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. മീഡിയക്കാരുടെ അടുത്ത് ചോദിച്ച ചോദ്യം തിരിച്ചങ്ങോട്ട് ചോദിക്കുന്ന നിങ്ങൾ ആരാ? ഞാൻ ആരാ ഏട്ടാ? ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനനായകൻ മാത്രമാണ്. ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നിൽക്കേണ്ട ഒരു വ്യക്തിയാണ്. എന്നാൽ നിങ്ങൾ ആർക്ക് വേണ്ടി നിൽക്കണമെന്ന് നിങ്ങൾക്ക് പോലും അറിയത്തില്ല. ആ ഒരു അവസ്ഥയിലാണ് പോകുന്നത്. ആരെങ്കിലും എന്തെങ്കിലും ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആരാ? ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. ഇത് അടിച്ചോണ്ട് നിന്നാ മതിയോ ചിറ്റണ്ണ? നിങ്ങൾ എന്തുവാ? ഒരു ബോധമൊക്കെ വേണ്ടേ? പിന്നെ വലിയ മാടമ്പിത്തനം കാണിച്ചുകൊണ്ടാണ് നടക്കുന്നത്. സീരിയസ്ലി പറയാം, ഒരു സിനിമാ നടൻ എന്ന നിലയിൽ നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളുടെ ഒരു ഫാനാണ് ഞാൻ. ഭരചന്ദ്രൻ, ആ ഒരു സമയം ടൈഗർ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴിറങ്ങുന്ന പടങ്ങൾ അത്യാവശ്യം കൊള്ളാം. ചാരമാണെന്ന് പറഞ്ഞ് ചികഞ്ഞ് നോക്കാൻ നിൽക്കേണ്ട, കനൽ കെട്ടിട്ടില്ലെങ്കിൽ പണിയാവും. ആ ഡയലോഗൊക്കെ വെച്ചിട്ടുള്ള ആ സംഭവമൊക്കെ സെറ്റാ, പടങ്ങളൊക്കെ സൂപ്പറാ. പക്ഷെ ജനങ്ങൾ ഇടയിൽ ഇറങ്ങി ഭരിക്കുമ്പോൾ മാത്രം നിങ്ങൾ കറക്റ്റായ ഒരു ജനനായകനാകുന്നില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. മീഡിയക്കാർ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അക്ഷരം മാറ്റണം, അതങ്ങ് ബ്രിട്ടാസിന്റെ വീട്ടിൽ കൊണ്ടുവയ്ക്കണം എന്നൊക്കെ പറയുന്നത് ഒരു ഫെയർ ആയിട്ടുള്ളൊരു കാര്യമില്ല. ഭരചന്ദ്രനിൽ നിന്ന് ഇറങ്ങിയ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിയ ഇതിപ്പോ ഒരു പ്രാവശ്യം ജനങ്ങൾ വോട്ടിട്ട് ജയിപ്പിച്ചത് ജനങ്ങൾക്ക് തന്നെ അബദ്ധമായെന്നുള്ള ഒരു തോന്നുന്ന രീതിയിലായി നിങ്ങളുടെ ഭരണം എന്നാണ് ആൾക്കാർ എന്നെ കമന്റ് ബോക്സുകളിൽ പറയുന്നത്. സത്യം പറഞ്ഞാൽ വളരെ മോശമാണ് ഗോപി അണ്ണ. ഇതിനൊരു അണ്ണാക്കിൽ മറുപടി കൊടുത്തുകൊണ്ട് നമ്മുടെ ടിനി ടോം ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിരുന്ന ആള് ഇന്ന് കാലത്ത് ഞാൻ മൊബൈൽ എടുത്തോണ്ട് നിങ്ങളൊക്കെ ആരാ? നമ്മുടെ കേരളത്തിലെ പ്രശസ്തനായ ഒരാളുടെ ഭാഗമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇനി അതിന് ബാൻഡൊന്നല്ല, അതും കട്ടാവും. അപ്പോ എന്തായാലും തൃശ്ശൂര് ബന്ധപ്പെട്ട ഒരു സ്ഥലമായതുകൊണ്ട് തൃശ്ശൂര് ബന്ധപ്പെട്ട ഒരാളുണ്ട്. അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. കാരണം അങ്ങനെയാണെങ്കിൽ പറഞ്ഞാല് നിഖാൻ എനിക്ക് വേണം, നിങ്ങളതെനിക്ക് തരണം. അങ്ങനെ പറഞ്ഞിരുന്ന ആള് ഇന്ന് കാലത്ത് ഞാൻ മൊബൈൽ എടുത്തോണ്ട് വരുന്നത് നിങ്ങളൊക്കെ ആരാ? മാധ്യമോ? എനിക്ക് ജനങ്ങളോടെ പറയാനുള്ളൂ, നിങ്ങളോടൊന്നുമില്ല.
ഈ പള്ളിയിലൊക്കെ കുരിശൊക്കെ പിടിച്ചിരിക്കുന്ന പോലെ ഇപ്പൊ അങ്ങനെയാണ് അദ്ദേഹം. ആരാണത്? ആ പറയുന്നത് കേൾക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഞാൻ നിങ്ങളെ നിർത്തി ബുദ്ധിമുട്ടിക്കുന്നില്ല. അതെ, അധികം ബുദ്ധിമുട്ടിക്കണ്ട. നിങ്ങൾ ആരാ? ഈ സാധനം ഭയങ്കര വിഷയമാണ്. നിങ്ങൾ ചോദിച്ച രീതിയെ തെറ്റാണ്. ഏത്? ടെനി ടോം അല്ല, ഗോപി അണ്ണൻ. ഞാനൊരു കാര്യം പറയാം, ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി നിന്ന് സംസാരിക്കുന്ന സമയത്ത് സൂക്ഷിച്ച് സംസാരിക്കണം. പ്രത്യേകിച്ച് നിങ്ങളൊരു സിനിമാ നടനായിട്ടല്ല ആൾക്കാർ കാണുന്ന, ജനനായകനായിട്ടാണ് കാണുന്നത്. ആ സമയത്ത് ഇങ്ങനത്തെ വർത്തമാനം ജനങ്ങളുടെ ഊക്ക് വാങ്ങി കൂട്ടുന്ന എന്തിനാ? ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഗോപി എന്ന ജനഹൃദയങ്ങളിൽ ഇടം നേടാൻ വേണ്ടിയിട്ട് വേറെ ചില കാട്ടാപ്പുകളൊക്കെ കാണിക്കും. ഒന്ന് കണ്ടുപോക്കാം. ഇതുവരെ വന്നതല്ലേ, പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. എന്താ ഇരിപ്പ്! കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ബസ്സിൽ കയറി പോവാണ്. എല്ലാരും വീഡിയോ എടുക്കുന്നു. ഞാനൊരു സംഭവമായി. ഞാൻ ആരോ ഏട്ടാ ആ ഒരു സെറ്റപ്പിൽ ഇരിക്കുകയാണ്. ചേച്ചി വിചാരിക്കണേ ഇത് എനിക്ക് പോണില്ലല്ലോ. അയ്യോ. എന്തായാലും കൊള്ളാം. ഇനി വേറൊരു പ്രകടനം ഞാനൊന്ന് കാഴ്ചവെക്കാം. മധ്യപ്രദേശിൽ കുമ്പിനിടിയും ഇവിടെ മുട്ടയിലേഴയിലും വാഴക്കുല നേർച്ചയും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗോപിയേട്ടനെ കുറിച്ചിട്ട് ഒരാളൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഞാനൊന്ന് കൊടുക്കാം. അല്ല, ഞാൻ ഈ ഒരു കാര്യത്തിൽ കളിയാക്കുകയല്ല. പക്ഷെ എവിടെയൊക്കെ എനിക്കൊരു ഓവർ ആക്ടിങ് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കും തികച്ചും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. എനിക്കെന്തോ ഓവറായിട്ട് തോന്നുന്നു. ഞാനൊരു ദൈവവിശ്വാസിയാണ്. പിന്നെ ഓരോരുത്തരുടെ വിശ്വാസം ഓരോ രീതിയിലാണ് എന്ന് വെച്ചിട്ട് മീഡിയക്കാർക്കും ക്യാമറ കണ്ണുകൾക്കും വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പ്രകടനം പോലെ പേഴ്സണലി ആൾക്കാർക്ക് തോന്നുന്നു. ആൾക്കാർ അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഇനി നമ്മുടെ മന്ത്രി ഗണേഷ് കുമാർ നമ്മുടെ ഗോപിയേട്ടനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളൊന്ന് കേട്ടുപോകാം. ഇല്ല, അദ്ദേഹത്തെ കുറിച്ച് ഞാനൊന്നും പറയില്ല. കാരണം അദ്ദേഹത്തെ കുറിച്ച് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞപ്പോൾ സാരമില്ല എന്ന് വിചാരിച്ചപ്പോൾ ഇനിയിപ്പോൾ എല്ലാവരും അനുഭവിച്ചോളുക എന്നുള്ളതേ ഉള്ളൂ. ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല, എന്തും തെറ്റിയും. ഞാൻ എൻ്റെ തെരഞ്ഞെടുപ്പിന് മുമ്പ് എൻ്റെ പ്രസംഗങ്ങൾ കേട്ട് പലരും കണ്ട് എന്തിനാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്താ കുഴപ്പം എന്ന് ചോദിച്ച ഒരാൾ ഇന്നലെ എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞ് അദ്ദേഹത്തിനല്ല കുഴപ്പം, തിരഞ്ഞെടുത്ത തൃശ്ശൂരുകാർക്കാണ് അബദ്ധം പറ്റിയത് എന്ന് പറഞ്ഞു. അതിപ്പോൾ എന്ത് പറയാനാണ് ഞാൻ? അതെ, ഇത് ഞാൻ പറഞ്ഞതല്ലേ ഇലക്ഷന് മുമ്പ് ഞാൻ പറഞ്ഞപ്പോൾ എനിക്കൊരു പ്രശ്നമല്ല. എനിക്കറിയാവുന്ന ആളിന് വർഷങ്ങളായിട്ട് അറിയാവുന്ന സ്വഭാവമായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഏതായാലും തൃശ്ശൂരുകാർക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതെ, തൃശ്ശൂരുകാർക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. ഈ ഒരു പരിപാടി അണ്ണ ആദ്യം നിർത്തണം. ജനങ്ങളുടെ ഇടയിൽ ജനനായകനായിട്ട് നിൽക്കുന്ന സമയത്ത് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം. അതുപോലെ മുന്നേ ഞാൻ ഏതൊക്കെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്, ഒരു അമ്മച്ചി വരുന്ന സമയത്ത് അവരെ മാറ്റി വിടുന്നു, അത് അവിടെ കൊടുത്താൽ മതി നിവേദനം, അങ്ങനെ എന്തൊക്കെയോ പറയുന്ന കുറച്ച് വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. അത്ര അങ്ങോട്ട് വെടിപ്പായിട്ട് തോന്നുന്നില്ല പെരുമാറ്റങ്ങൾ കാണുമ്പോൾ. ഈ സുരേഷ് ഗോപിക്ക് ഒരു പ്രശ്നമുണ്ട്. ഇങ്ങേരുടെ വിചാരം ഇങ്ങേരെന്തോ വലിയ സംഭവമാണ്, ദൈവമാണ്, എല്ലാവരും പുച്ഛമാണ്, താനാണ് എന്തോ വലിയ സംഭവം, താനാണ് എന്തൊക്കെ വലിയ സംഭവം എന്നുള്ളൊരു ചിന്താഗതിയും ആ ഒരു രീതിയിലൊക്കെയാണ് ഇങ്ങനെ പെരുമാറ്റവും ഇരിപ്പോച്ചോ നിപ്പോച്ചോ ഒക്കെ കാണുമ്പോൾ തോന്നുന്നത്. ഈ ജസ്റ്റ് റോംബർ ദാറ്റ് ഒന്ന് വിടണ്ണ മതി. അത് സിനിമയിൽ കണ്ട് ചിരിച്ച് ആൾക്കാർ കൈയടിച്ചു, രോമാഞ്ചിഫിക്കേഷൻ ഫീലിംഗ് ഒക്കെ ആയിരുന്നു. ജീവിതത്തിൽ വന്നിട്ട് സാധാരണക്കാരായ പാവപ്പെട്ടവർ എന്തെങ്കിലും ചോദ്യം ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ മീഡിയാസ് എന്തെങ്കിലും ചോദ്യം ചോദിക്കുന്ന സമയത്ത് മീഡിയ കണ്ണിൽ ഇറച്ചി നിൽക്കാൻ വേണ്ടിയിട്ടും ചർച്ചാ വിഷയമാവാൻ വേണ്ടിയിട്ടും ഏറി കയറാനും വേണ്ടിയിട്ട് ഈ ജസ്റ്റ് റോംബർ ദാറ്റ് അണ്ണൊന്ന് വിട്ടുപിടി. എനിക്കത് പറയാനുള്ളൂ. എന്റെ പൊന്ന് ഗോപി ചേട്ടാ, സിനിമയിലെ ഗോപി ചേട്ടനെ ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഉള്ള കാര്യം പറയാം. പക്ഷെ ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിലെ ഗോപി ചേട്ടന് ഒരു താല്പര്യമില്ല, ഒരു ഇഷ്ടമില്ല. സത്യം ഉള്ള കാര്യം പറയാം. ജനങ്ങൾ തന്നെയാണ് പറയുന്നത്. കമന്റ് ബോക്സ് വല്ലപ്പോഴൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ ഒന്ന് എടുത്ത് നോക്കുക. മലയാളമൊക്കെ വായിക്കാൻ അറിയാമല്ലോ, ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക് ജനങ്ങൾ എന്താണ് പറയുന്നതെന്ന്. അപ്പോൾ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു മനുഷ്യന് നേരെ ചോ കണ്ടുകൂടാ. ആ രീതിയിലാണ് നിങ്ങളുടെ പെരുമാറ്റം. നിങ്ങളുടെ മാടമ്പിത്തനം കൊണ്ട് ഇപ്പോഴും വച്ചിങ്ങനെ ഞാൻ ജന്മിയാണെന്നുള്ള രീതിയിൽ ഇരിക്കുന്ന ആ സ്വഭാവം മാറ്റിയില്ലെങ്കിൽ നാട്ടുകാരുടെ ഊക്കം കിട്ടും. ഇനി മേലാൽ നിങ്ങൾക്ക് ഒരു ഇലക്ഷനും ഒരിടം നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാവും. എന്തിനാണ് ഇങ്ങനെ നാട്ടുകാരെ പ്രാക്കം വാങ്ങിച്ചു വെച്ച് പാവപ്പെട്ട അമ്മച്ചിമാരെടുത്ത് പോയിട്ട് എന്തൊക്കെയോ പോലെ പെരുമാറുന്നു. മീഡിയക്കാരെന്തെങ്കിലും ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങ് ആ രീതിയിൽ അടുത്ത് മുട്ടിലെഴയുമ്പോൾ കുഴപ്പമില്ല, മുട്ടിലെഴഞ്ഞ് ഷോ ഒക്കെ കാണിച്ച് അത്യാവശ്യം പോകുന്നുണ്ട്. അല്ലാണ്ട് നിങ്ങൾ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നതെന്ന് നിങ്ങൾക്ക് പോലും അറിയത്തില്ല. ഉള്ള കാര്യം പറയാം. ഞാൻ പറഞ്ഞാൽ കൂടി പോകും, ഞാൻ ഒന്നും പറയുന്നില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് അഴകും. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.